IC എഞ്ചിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. സെഷൻ അവസാനിക്കുന്നതോടെ എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ചും അവയുടെ സ്ഥാനം സംബന്ധിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. സിലിണ്ടറുകളുടെ എണ്ണം, സിലിണ്ടറുകളുടെ ക്രമീകരണം, ഉപയോഗിച്ച ഇന്ധനം, വാൽവിന്റെ ക്രമീകരണങ്ങൾ, എഞ്ചിന്റെ ഉപയോഗം, കൂളിംഗ് സിസ്റ്റം, എഞ്ചിന്റെ സ്ട്രോക്കുകൾ എന്നിവ അടിസ്ഥാനമാക്കി എഞ്ചിനുകളെ തരംതിരിച്ചിരിക്കുന്നു. സിലിണ്ടറുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി എഞ്ചിനെ സിംഗിൾ, മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളായി തരംതിരിക്കാം. സിംഗിൾ സിലിണ്ടർ എഞ്ചിന് ഒരു സിലിണ്ടർ മാത്രമേയുള്ളൂ. ഇത് സാധാരണയായി സ്കൂട്ടറുകൾ, മോട്ടോർ സൈക്കിളുകൾ തുടങ്ങിയ ഇരുചക്ര വാഹനങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. മൾട്ടി സിലിണ്ടർ എഞ്ചിനുകൾക്ക് ഒന്നിൽ കൂടുതൽ സിലിണ്ടറുകളുണ്ട്. 2 സിലിണ്ടർ എഞ്ചിനുകളാണ് സാധാരണയായി ട്രാക്ടറുകളിൽ ഉപയോഗിക്കുന്നത്. കാറുകളിലും ജീപ്പുകളിലും മറ്റു വാഹനങ്ങളിലും 3-4 സിലിണ്ടർ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഹെവി വാഹനങ്ങളിൽ 6 സിലിണ്ടർ എഞ്ചിനുകളാണ് ഉപയോഗിക്കാറുള്ളത്. കൂടുതൽ എണ്ണം സിലിണ്ടറുകൾ സുഗമമായ എഞ്ചിൻ പ്രവർത്തനത്തെ സഹായിക്കുന്നു. സിലിണ്ടർ ക്രമീകരണത്തെ അടിസ്ഥാനമാക്കി എഞ്ചിനുകളെ ഇൻലൈൻ എഞ്ചിൻ, വി ആകൃതിയിലുള്ള വി ഷേപ്ഡ് എഞ്ചിൻ, ഒപ്പോസ്ഡ് എഞ്ചിൻ, ഹൊറിസോണ്ടൽ എഞ്ചിൻ, റേഡിയൽ എഞ്ചിൻ, വെർട്ടിക്കൽ എഞ്ചിൻ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇൻലൈൻ എഞ്ചിനുകളിൽ സിലിണ്ടറുകൾ ഒരു വരിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയിൽ ക്രാങ്ക്ഷാഫ്റ്റിന്റെ നീളം മറ്റ് ടൈപ്പ് എഞ്ചിനുകളേക്കാൾ കൂടുതലാണ്. അതിനാൽ പരിമിതമായ എണ്ണം സിലിണ്ടറുകളാണ് ഉപയോഗിക്കാറുള്ളത്. മികച്ച ബാലൻസിംഗും കൂടുതൽ യൂണിഫോം ടോർക്കും ഇവയിൽ ലഭ്യമാണ്. വി ആകൃതിയുള്ള എഞ്ചിനുകളിൽ സിലിണ്ടറുകൾ വി ആകൃതിയിൽ സാധാരണയായി 60 ഡിഗ്രി കോണിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഈ എഞ്ചിൻ കൂടുതൽ ലാഭകരവും ഒതുക്കമുള്ളതുമാണ്. മൾട്ടി സിലിണ്ടർ എഞ്ചിനുകൾക്ക് ക്രാങ്ക്ഷാഫ്റ്റിന്റെ നീളം ഇൻലൈൻ എഞ്ചിനേക്കാൾ വളരെ ചെറുതാണ്. ഇവയുടെ ഉയരവും ഇൻലൈൻ എഞ്ചിനേക്കാൾ കുറവാണ്. ഒപ്പോസ് എഞ്ചിൻ ടൈപ്പിൽ സിലിണ്ടറുകൾ ഓരോന്നും ഹൊറിസോണ്ടലി ഓപ്പോസിറ്റ് സൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് മികച്ച മെക്കാനിക്കൽ ബാലൻസ് നൽകുന്നു. ഇത്തരത്തിലുള്ള എഞ്ചിന് വളരെ ഉയർന്ന വേഗതയിൽ പോലും സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കും. കൂടാതെ ഇത് ഉയർന്ന ഔട്ട്പുട്ടും നൽകും. എഞ്ചിന്റെ നീളം കൂടുതലായതിനാൽ വാഹനത്തിൽ ഹൊറിസോണ്ടലായി വേണം എഞ്ചിൻ സ്ഥാപിക്കാൻ. ഹൊറിസോണ്ടൽ എഞ്ചിനുകളിൽ പിസ്റ്റൺ എല്ലായ്പ്പോഴും സിലിണ്ടറിന്റെ ഒരു വശത്ത് നിൽക്കുന്നു. എഞ്ചിൻ പിസ്റ്റണിന്റെ സ്ട്രോക്ക് ഹൊറിസോണ്ടൽ ആയതിനാൽ ഇന്റേണൽ ഫോഴ്സ് പരസ്പര പൂരകമായിരിക്കും. അതായത് പ്രാഥമിക, ദ്വിതീയ ശക്തികൾ ഒന്നിച്ച് സംയോജിപ്പിച്ച് വാഹനത്തിന്റെ ഷാസി ഫ്രെയിമിങ്ങിന് ഒരു ഇമ്പൾസ് നൽകുന്നു. സിലിണ്ടർ ഹെഡ് വാഹനത്തിന്റെ മുൻവശത്താണെങ്കിൽ എഞ്ചിനിൽ നിന്ന് ഒരു ഡ്രൈവിംഗ് പൾസ് ലഭിക്കും. റേഡിയൽ എഞ്ചിൻ ടൈപ്പിൽ സിലിണ്ടറുകൾ റേഡിയലായി ക്രമീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള എഞ്ചിൻ ചെറുതും ഭാരം കുറഞ്ഞതുമാണ്. കൂടാതെ ഇതിന് ഉയർന്ന എഞ്ചിൻ സ്പീഡും സാധ്യമാണ്. ഉയർന്ന ജ്വലനവും സമ്മർദ്ദവും ഇതിൽ ലഭിക്കും. ഇത് ഉയർന്ന ഇന്ധനക്ഷമതയിലേക്ക് നയിക്കുന്നു. റേഡിയൽ ടൈപ്പ് എഞ്ചിനുകളാണ് വിമാനങ്ങളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത്. വെർട്ടിക്കൽ സ്ട്രോക്ക് പിസ്റ്റണോട് കൂടിയ എഞ്ചിനുകളാണ് വെർട്ടിക്കൽ എഞ്ചിനുകൾ. ഇവയുടെ ക്രാങ്ക് കേസ് താഴെയായി സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ഇവയിൽ സ്പ്ലാഷ് ലൂബ്രിക്കേഷനായി ലൂബ്രിക്കേറ്റിംഗ് ഓയിലും നൽകിയിരിക്കുന്നു. ക്രാങ്കാണ് പിസ്റ്റണിന്റെ ഭാരം വഹിക്കുന്നത്. അതിനാൽ പിസ്റ്റണിന്റെ ഭാരം ചലന സമയത്ത് സിലിണ്ടർ ലൈനറിലേക്ക് എത്തുന്നില്ല. ഫ്യുവൽ ടൈപ്പ് എഞ്ചിനുകളെ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. വാൽവ് അറേഞ്ച്മെന്റ്സിനെ അടിസ്ഥാനമാക്കി എഞ്ചിനുകളെ എഫ് ഹെഡ്, ഐ ഹെഡ്, എൽ ഹെഡ്, ടി ഹെഡ് എഞ്ചിൻ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. എഞ്ചിന്റെ പ്രയോഗത്തെ അടിസ്ഥാനമാക്കി എഞ്ചിനുകളെ കോൺസ്റ്റന്റ്, വേരിയബിൾ സ്പീഡ് എഞ്ചിൻ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്.
കൂളിംഗ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കി എയർ, വാട്ടർ കൂൾഡ് എഞ്ചിൻ എന്നിങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. എഞ്ചിന്റെ സ്ട്രോക്കുകളെ അടിസ്ഥാനമാക്കി 4 സ്ട്രോക്ക്, 2 സ്ട്രോക്ക്, റോട്ടറി എഞ്ചിൻ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എഞ്ചിനിലെ വിവിധ ഘടകങ്ങൾ പരിശോധിക്കാം. ലിസ്റ്റ് ചെയ്ത ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾ, മെറ്റീരിയലുകൾ എന്നിവ എളുപ്പത്തിൽ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. റേഡിയേറ്റർ, എയർ ക്ലീനർ, ഫ്യുവൽ പമ്പ്, കാർബുറേറ്റർ, ഡിപ്സ്റ്റിക്, ഡൈനാമോ, ഫാൻ ബെൽറ്റ്, ക്രാങ്ക്ഷാഫ്റ്റ് പുള്ളി, സെൽഫ് സ്റ്റാർട്ടർ, എക്സോസ്റ്റ് മനിഫോൾഡ്, എഞ്ചിന്റെ മുൻവശത്തുള്ള ടൈമിംഗ് കവർ, ഫ്ലൈവീലും ഹൗസിംഗും, വാൽവ് കവർ, ഓയിൽ ഫിൽറ്റർ, ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ഇഗ്നിഷൻ കോയിൽ, ഇൻലൈറ്റ് മാനിഫോൾഡ്, ഇന്ധന പൈപ്പുകൾ, ഓയിൽ സബ്, എഞ്ചിൻ ബ്ലോക്കിലെ ടാപ്പറ്റ് സൈഡ് കവറുകൾ, എഞ്ചിൻ ഹെഡ്, സിലിണ്ടർ ഹെഡ്, സ്പാർക്ക് പ്ലഗുകൾ, ക്രാങ്ക്ഷാഫ്റ്റ്, ഓയിൽ പമ്പ്, വാട്ടർ പമ്പ് അസംബ്ലി, ടൈമിംഗ് ഗിയർ ആൻഡ് ചെയിൻ, ക്യാം ഷാഫ്റ്റ്, റോക്കർ അസംബ്ലി, ടാപ്പറ്റുകൾ, പുഷ് റോഡുകൾ, പിസ്റ്റൺ, എഞ്ചിനിലെ കണക്റ്റിംഗ് റോഡ് എന്നിവയാണ് വിവിധ എഞ്ചിന്റെ ഘടകങ്ങൾ. IC എഞ്ചിന്റെ വിവിധ ഭാഗങ്ങൾ മനസ്സിലാക്കുകയെന്ന ഈ സെഷൻ അവസാനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാനും ഭാഗങ്ങൾ തിരിച്ചറിയാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.